എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പവർഫുള്ളായ ആളാവാൻ വേണ്ടിയിട്ട്, വളരെയധികം സ്ട്രോങ് ആയ ഒരാളാവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും നമുക്ക് കണ്ടിട്ടില്ല, എല്ലാവർക്കും ഒരേ പവർ ആയിരിക്കില്ല എന്നുള്ളത്. ചിലർ വളരെയധികം പവർഫുള്ളായി കാണപ്പെടാറുണ്ട്, വളരെ സ്ട്രോങ് ആയി കാണപ്പെടാറുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ കേൾക്കാറുണ്ട്. അവർ ഒരു മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളായിരിക്കും. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് ഫീൽഡിലാണെങ്കിലും അവരുടെ സ്ഥാനമാനങ്ങൾക്കപ്പുറം അവരുടെ പേഴ്സണാലിറ്റി വളരെ പവറായിട്ട് നമുക്ക് തോന്നാറുണ്ട്, അല്ലെ, വളരെ സ്ട്രോങ് ആയി തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പവർഫുള്ളായ ആളാവണം എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ടല്ലോ. അതിന് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. സ്ട്രോങ് ആയ ഒരാളാവാൻ വേണ്ടി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, ഡു നോട്ട് കമ്മിറ്റ് ടു എനി വൺ. ഓഫീസിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, ചെറിയ ഉൾപ്പോരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് പിടിക്കാതിരിക്കുക. ഞാൻ ഇയാളുടെ സൈഡാണ് അല്ലെങ്കിൽ അയാളുടെ സൈഡാണ് എന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. അത് ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള പ്രശ്നങ്ങളിലാണെങ്കിലും ആരുടെയും സൈഡ് പിടിക്കാതിരിക്കുക, ആരുമായിട്ടും കമ്മിറ്റഡ് ആവാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായൊരു ഇൻഡിപെൻഡൻ്റ് ആയ അഭിപ്രായങ്ങൾ, ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും ഒരാളുടെ സൈഡ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാലക്രമേണ അയാൾക്ക് പവർ നഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതോടുകൂടി നമ്മുടെ ലൈഫും ഇല്ലാതാവുകയാണ്, നമ്മുടെ പവറും ഇല്ലാതാവുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റായി നിൽക്കാൻ ശ്രദ്ധിക്കുക. എന്ത് കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോഴും ആളും തരവും നോക്കി പറയാതെ ആ കാര്യത്തിൽ മാത്രം അധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുക. പിന്നെയുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺസെൻട്രേറ്റ് യുവർ ഫോഴ്സസ്. നിങ്ങൾ പവർഫുൾ ആവാത്തത് നിങ്ങൾ ടാലൻറ്റഡ് അല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ എനർജി ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ്. നിങ്ങൾ കണ്ടന്റ് ക്രിയേഷനിലാണെങ്കിലും നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം കുറച്ച് സിനിമ റിവ്യൂസ് ഇടും, ഇല്ലെങ്കിൽ കുറച്ച് വ്ളോഗ് ചെയ്യും, അത് കഴിഞ്ഞ് കുറച്ച് കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഇടും. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷെ അതിൽ ഏതാണ് നിങ്ങൾക്ക് കുറച്ച് നന്നായി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. എന്നിട്ട് ആ സ്ട്രോങ് പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ കൂടുതൽ വർക്ക് ചെയ്യുക, അതിനുവേണ്ടി കൂടുതൽ ടൈമും എനർജിയും ഒക്കെ സ്പെൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തിലെങ്കിലുമൊക്കെ മാസ്റ്റർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നെ സ്ട്രോങ് ആയ ഒരാളാവാനുള്ള ഒരു കാര്യമാണ് റീക്രിയേറ്റ് യുവർ സെൽഫ്. സൊസൈറ്റി നമുക്ക് ചില റോൾസ് തന്നിട്ടുണ്ടായിരിക്കും. നമുക്കറിയുന്ന ആളുകളും നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ ബന്ധുക്കൾ, ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നമുക്കൊരു റോള് തന്നിട്ടുണ്ടായിരിക്കും. അവൻ ഭയങ്കര മടിയനാണ്, അവനെന്തെങ്കിലും ചെയ്യാനൊക്കെ മടിയാണ്, അവൻ അത്ര കഴിവൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ എപ്പോഴും നിങ്ങളെ ചിലപ്പോൾ കോർണർ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളങ്ങനെ ആയിരുന്നിരിക്കാം, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവുന്നുണ്ടായിരിക്കില്ല, എപ്പോഴും മടി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു പേര് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതിയിട്ട് നിങ്ങൾ മരിക്കും വരെ അങ്ങനെ തന്നെ തുടരണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാം. നിങ്ങളൊരു പിശുക്കനാണ് എന്നാണ് നിങ്ങൾക്ക് നാട്ടിലുള്ള പേരെങ്കിൽ കുറച്ച് ആളുകളെ സഹായിക്കുക. നിങ്ങളൊരു മടിയനാണ് എന്നാണെങ്കിൽ ഡിസിപ്ലിൻഡ് ആയ ഒരു പേഴ്സൺ ആവാൻ വേണ്ടി ശ്രമിക്കുക. ജിമ്മിൽ പോയി തുടങ്ങുക, എക്സസൈസ് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങളുടെ ജോലിക്കോ പഠിക്കാനോ എന്തിനാണ് നിങ്ങൾ പോകുന്നത് അതിന് കറക്റ്റായി പോയി തുടങ്ങുക. എപ്പോൾ വേണമെങ്കിലും നമുക്ക് മറ്റുള്ളവർ പതിച്ചു തന്നിട്ടുള്ള ആ പേര്, ആ റോള് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പിന്നെയുള്ളൊരു കാര്യമാണ്, കീപ്പ് യുവർ ഹാൻഡ്സ് ക്ലീൻ. എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യങ്ങളിൽ പോയിട്ട് പ്രശ്നമാക്കി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഉയർന്നു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ളവർക്ക് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും നമ്മളെ തളർത്താനൊക്കെ ഉള്ളൊരു അവസരം കൊടുക്കാതിരിക്കുക. നിങ്ങളൊരു പ്രശ്നത്തിലും ചെന്ന് പെടുന്നില്ലെങ്കിൽ, നിങ്ങളൊരു മോശപ്പെട്ട കാര്യങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും, നിങ്ങളെ എതിരാളികൾക്ക് ഒരു പോയിന്റ് കിട്ടില്ല. സ്റ്റേ ക്ലീൻ, സ്റ്റേ പവർഫുൾ. നമ്മളെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവർക്ക് തോന്നാതിരിക്കണം. അപ്പം നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിരിക്കും. നിങ്ങളുടെ റെപ്യൂട്ടേഷനാണ് നിങ്ങളുടെ പവർ എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു കാര്യമാണ്, യൂസ് ദ സറണ്ടർ ടാക്ടിക്. എല്ലാ ബാറ്റിലും ജയിക്കാനായിട്ട് പുറപ്പെടരുത്. ചെറിയ ചെറിയ ഫൈറ്റ്സൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെല്ലാത്തിനും ജയിക്കണം എന്ന് കരുതരുത്. ചിലപ്പോഴൊക്കെ തോറ്റു കൊടുക്കുന്നത് നമുക്ക് പിന്നീട് പവർഫുള്ളായിട്ട് തിരിച്ചു വരാനുള്ള കുറച്ച് സമയം നമുക്ക് കിട്ടും അതിലൂടെ. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ സീനിയറായിട്ടുള്ള ഒരാൾ മീറ്റിങ്ങിനിടയിലോ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, വഴക്കിട്ടു, നിങ്ങളോട് മോശമായിട്ട് പെരുമാറി. അപ്പോൾ ഉടനെ തന്നെ നമുക്കത് വളരെ ഇൻസൾട്ടഡായി ഫീൽ ആകും, അല്ലെ, ഒരുപാട് ആളുകളുടെ ഇടയിൽ വെച്ചിട്ടാണെങ്കിൽ. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഇമോഷണലായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. ആ സമയത്ത് അവിടെ വൈകാരികമായി പ്രതികരിക്കാതെ നിശബ്ദനായി നിൽക്കുക, അവർ പറയുന്നത് എഗ്രി ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്കിൽസ്, എന്ത് കാരണം കൊണ്ടാണോ നമുക്ക് അവിടെ വഴക്ക് കേട്ടത്, നമ്മൾ മോശമായി മാറിയത്, ആ കാര്യം മാറ്റാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ലോങ് റണ്ണിൽ നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അപ്പം തന്നെ ഇമോഷണലായി പ്രതികരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ജോലി അതോടുകൂടി പോകാനുള്ള സാധ്യതയാണ് ഉണ്ടായിരിക്കുക.
അത് ജോലി സ്ഥലത്ത് മാത്രമല്ല കേട്ടോ, നമ്മുടെ മൊത്തം ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാറ്റിലും ഫൈറ്റ് ചെയ്ത് എല്ലാ ആർഗ്യുമെൻസിലും വിജയിക്കണം എന്നുള്ള ചിന്തയൊക്കെ ഒഴിവാക്കുക. പീപ്പിൾ ഹു ട്രൈ ടു വിൻ എവറി ബാറ്റിൽ വിൽ ലൂസ് ദ വാർ എന്നാണ് പറയുക. എല്ലാ ചെറിയ ചെറിയ വഴക്കിലും ജയിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ യുദ്ധത്തിൽ തോറ്റുപോകും എന്നുള്ളതാണ്. പിന്നെയുള്ളൊരു കാര്യമാണ് നോ ഹൂ യു ആർ ഡീലിംഗ് വിത്ത്. ആരോടാണ് നമ്മൾ എതിർക്കുന്നത് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ വളരെയധികം സ്ട്രോങ്ങർ കണക്ഷനൊക്കെ ഉള്ള ഹൈ ലെവൽ കണക്ഷനൊക്കെ ഉള്ള ആളുകളായിട്ട് ഏറ്റുമുട്ടാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. നമ്മുടെ പ്രൊമോഷനൊക്കെ എത്ര കാലം വേണമെങ്കിലും അവർക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ആരെയാണ് നമ്മൾ എതിർക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളെയൊക്കെ ഒരുപാട് ഉയരങ്ങളിലുള്ള ആളുകളെ പോയിട്ട് എതിർക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ ലൈഫ് ഇല്ലാതാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ ചിലർ ചെയ്യുന്നൊരു സംഭവമാണ് ആൾക്കാരൊക്കെ പ്രശ്നമാണ്, അപ്പോൾ അങ്ങ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആരുമായിട്ട് മിണ്ടാതെ ഒറ്റയ്ക്ക് അവനവൻ്റെ ജോലി ചെയ്യുക വരിക അത് മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. എപ്പോഴും നമ്മൾ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യണം, നല്ല കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കണം, നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടായിരിക്കണം. പല വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ അറിയാതെ പോകും ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് വേണം നമ്മുടെ അടുത്ത മൂവ്മെൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. പിന്നെയുള്ളൊരു കാര്യമാണ് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കുക എന്നുള്ളത്. എന്തൊരു കാര്യം വരുമ്പോഴും അപ്പോൾ അവൻ ഇതായിരിക്കും പറയുക, അവൻ്റെ അഭിപ്രായം ഇതായിരിക്കും എന്ന് മറ്റുള്ളവർക്ക് ഊഹിക്കാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കും. നമ്മൾ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആളുകൾക്ക് നമ്മുടെ മേലൊരു കൺട്രോൾ ഉണ്ടാവും. നമ്മൾ ഇന്നതാണ് പറയുക എന്ന് അവർക്ക് ആദ്യമേ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്നതാണ് ചെയ്യുക എന്ന് അവർക്ക് ആദ്യം അറിയുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ ആദ്യമേ നമ്മളെ എതിർക്കാനുള്ള പോയിന്റ് അവർ ആദ്യമേ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഡെലിബറേറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആകാനായിട്ട് ശ്രമിക്കുക. ആരുടെ മൂവ്സാണോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് അവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. യൂസ് യുവർ ആബ്സെൻസ് ടു ഇൻക്രീസ് റെസ്പെക്റ്റ് ആൻഡ് ഓണർ. എപ്പോഴും അവൈലബിൾ ആവാതിരിക്കും. ടൂ മച്ച് സർക്കുലേഷൻ മേക്സ് ദ പ്രൈസ് ഗോ ഡൗൺ എന്നാണ് പറയുക. ഒരുപാട് അവൈലബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു സാധനത്തിൻ്റെ ആണെങ്കിലും പ്രൈസ് ഡൗൺ ആകും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യവും. നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണ്, എല്ലാവരുടെ കാര്യങ്ങൾക്കും നിങ്ങൾ പ്രസൻ്റ് ആണ്, എപ്പോഴും എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര വാല്യൂ ഉണ്ടായിരിക്കില്ല. അപ്പോൾ എപ്പോഴും സെലക്റ്റീവ് ആവാൻ ശ്രമിക്കുക. പിന്നെയുള്ളതാണ് ആളുകളോട് എന്തെങ്കിലുമൊക്കെ സഹായം നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരുമ്പോൾ അത് അവരുടെ ഔദാര്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അവർക്കും കൂടി എന്തെങ്കിലും അതിൽ നിന്ന് ഗെയിൻ ഉണ്ടാകും എന്നുള്ള രീതിയിൽ സഹായം ആവശ്യപ്പെടുക. അപ്പോൾ അവനവന് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ സഹായിക്കാനായിട്ട് ചാടിപ്പുറപ്പെടും. വളരെ സെൽഫിഷായ ആളുകളാണ് അധികവും ഉള്ളത്. അപ്പോൾ ആളുകളോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായം തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സഹായിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് ഇന്ന നേട്ടം ഉണ്ടാകും എന്നുള്ള രീതിയിൽ നിങ്ങളൊരു കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ അവർ വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് പുറപ്പെടും.